ദിവസവും കോടിക്കണക്കിന് കുട്ടികളാണ് ചിരിച്ചും കളിച്ചും സ്കൂളുകളിലേക്ക് പോകുന്നത്. എന്നാൽ അവരുടെ മനസ്സിലും ചില പിരിമുറുക്കം ഉണ്ടെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്ക്. 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ട ടീച്ചിങ് പീരീഡുകളാണ് ഉള്ളത്. അതിനിടയിൽ വിദ്യാർത്ഥികൾ അനങ്ങാതിരുന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ആ ടീച്ചർ പോയി കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരനുമായി സംസാരിക്കാമെന്ന് വെച്ചാലോ, അന്നേരം തന്നെ മോണിറ്റർ വന്ന് സംസാരിക്കുന്നവരുടെ പേരെഴുതി ക്ലാസ് ടീച്ചർക്ക് കൊടുക്കും. അടുത്ത ടീച്ചർ വന്ന് അടുത്ത വിഷയം പഠിപ്പിക്കുവാൻ തുടങ്ങും. ക്ലാസ്സിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾ സംസാരിച്ച് ഒരു ബഹളമയമായാൽ ഇതെന്താ ചന്തയാണോ എന്ന ടീച്ചറുടെ ചോദ്യം. ലോകത്ത് ഏറ്റവും അധികം നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഉള്ളത് ഇത്തരം സ്കൂളുകളിലാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും കുറ്റം ചുമത്തപ്പെട്ടേക്കാം എന്ന ഭയത്തിലാണ് ഓരോ വിദ്യാർത്ഥിയും. തിങ്കൾ മുതൽ വെള്ളി വരെ, ചിലപ്പോൾ ശനി വരെ 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറാണ് കുട്ടികൾ സ്കൂളിൽ ഇങ്ങനെ ചെലവഴിക്കുന്നത്. കോടതിയേക്കാൾ വലിയ സ്ട്രിക്റ്റ് ആണ് ഇവിടെ. നിശബ്ദത പാലിക്കണം, സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, എന്തിനൊന്നും സ്വകാര്യം പറയാൻ പോലും പാടില്ല. യാതൊന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ ജീവിക്കേണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്ദര നാളുകളായ കുട്ടിക്കാലമാണ് ഈ അച്ചടക്കത്തിന്റെ പേരിൽ നാം നശിപ്പിക്കുന്നത്. കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയില്ല. അവർ പറയുന്നത് പലപ്പോഴും അംഗീകരിക്കപ്പെടാറുമില്ല. അവർ അത് ഉള്ളിലൊതുക്കി അനുഭവിക്കുകയാണ്. നിങ്ങളും ഒരു വിദ്യാർത്ഥിയായിരുന്നതാണ്. നിങ്ങൾക്കും ഇത് സങ്കല്പിക്കുവാൻ കഴിയും. സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി ഇരിക്കുന്നു. ടീച്ചർമാർ മാറി മാറി വന്ന് 1 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തുന്നു. പലക പോലെ ഇരിക്കുന്ന ബെഞ്ചിൽ ചാരാൻ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതിരുന്ന് നിങ്ങളുടെ നടുവേദനിക്കും. കുട്ടികൾക്ക് നടുവുണ്ടേ, ആകെ ബോറടിക്കും. ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ക്ലാസ്മേറ്റുമായി സംസാരിക്കണമെന്നുണ്ട്, ഒന്ന് ചിരിക്കണമെന്നുണ്ട്. എന്നാൽ സാധിക്കില്ല. കാരണം അനങ്ങിപ്പോയാൽ പേരെഴുതി നൽകുവാൻ ക്ലാസ് ലീഡർ എത്തിയിട്ടുണ്ട്.